മിമിക്രിക്കാരും സിനിമയിൽ പോലും ഏറ്റവും കൂടുതൽ അവഹേളിക്കപ്പെട്ട ഒരു കലാരൂപമാണ് കഥാപ്രസംഗം. ഹോളി വിനോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളൊന്നും ഈ രംഗത്തേക്ക് വരുന്നില്ല. തലമുറയിലെ അവതാരകരൊക്കെ പറയുന്ന മലയാളം കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ചങ്ക് പൊട്ടുന്ന വേദന ഉണ്ടാവും. ഒരു സംഗീത അക്കാദമി അവാർഡ് പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പോലീസ് ഓഫീസർക്ക് ലഭിക്കുന്നത്. ഒരു റാങ്കിലും ആർക്കും കിട്ടില്ല. മലയാളത്തിലെ ആദ്യത്തെ വഞ്ചിപ്പാട്ട് കുഞ്ഞനമ്പ്യാർ എഴുതിയെന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർക്കറിയാം. അതെ അതെ. അദ്ദേഹം എഴുതിയത് വേറെ വെച്ചല്ല, നമ്മുടെ കോട്ടയം ജില്ലയിലെ കുമാരനല്ലൂർ വെച്ചാണ്. ശരി. കുടമാളൂർ വെച്ച്. കുടമാളൂർ ചെമ്പകശ്ശേരി രാജവംശത്തിന്റെ മൂലകുടുംബം സ്ഥിതി ചെയ്യുന്ന കുടമാളൂരിൽ താമസിച്ചുകൊണ്ടാണ് അദ്ദേഹം ആദ്യത്തെ വഞ്ചിപ്പാട്ട് എഴുതുന്നത്, കിരാതം വഞ്ചിപ്പാട്ട്. ഒരേ ജന്മത്തിൽ സ്ത്രീയായും പുരുഷനായും ജീവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഭംഗാസ്വനൻ എന്ന രാജാവിൻ്റെ കഥ. കഴിഞ്ഞ ജന്മത്തിൽ പുരുഷനായിരുന്നെങ്കിൽ ആ എല്ലാ ഓർമ്മകളോടും കൂടി അതേ ജന്മത്തിൽ സ്ത്രീയായി ജീവിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇതിന് ഉത്തരം പറയാൻ പറ്റൂ. ശരി. അല്ലാത്തവർക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ആളുണ്ടോ എന്നൊരു അന്വേഷണമാണ്. ഉണ്ടോ എന്ന് മഹാഭാരതം പറയും. വിനോദി അമ്പക്കരയെ പോലെയുള്ള കാഥികന്മാരോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണ്. അതന്നെ. അല്ല, നിങ്ങൾ ഈ ഫോണിൽ സംസാരിക്കുമ്പോഴാണ് ഈ ഭായും ധായും ഒക്കെ ഇങ്ങനെ വെടിക്കെട്ട് പോലെ ചെവിക്കാതെ. നമസ്കാരം. 90.8 റേഡിയോ മീഡിയ വില്ലേജിൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദ്യമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. മലയാള നാട് പൊന്നോണത്തെ വരവേൽക്കാൻ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. കാഥിക പ്രതിഭ കലാശ്രീ വിനോദ് ചമ്പക്കര. 4 പതിറ്റാണ്ടിലേറെയായി കഥാപ്രസംഗ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന അനുഗ്രഹീത കലാകാരൻ ശ്രീ വിനോദ് ചമ്പക്കരെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ഈ പ്രത്യേക പരിപാടിയിലേക്ക്. സാർ നമസ്കാരം. നമസ്കാരം. വളരെയധികം സന്തോഷം. ആദ്യമേ തന്നെ ഹാപ്പി ഓണം. സെയിം ടു യു. ഹാപ്പി ഓണം. ഓണത്തിൻ്റെ ബുക്കിംഗ് ഒക്കെ വളരെ സജീവമായിട്ട് നടക്കുവാണെന്ന് തോന്നുന്നു കഥാപ്രസംഗത്തിൽ. വളരെ സജീവം എന്ന് പറയാൻ പറ്റില്ല. പഴയ കാലത്തെ ഇത് വെച്ച് നോക്കിയാൽ വളരെ മോശമാണ് ഓണക്കാലത്തെ പരിപാടികൾ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യം, മഴയുടെ ഒരു സാഹചര്യത്തിലൊക്കെ കുറച്ച് എങ്കിലും ധാരാളം ബുക്കിങ്ങുകളൊക്കെ ഇനി വരട്ടെ എന്ന് ഞാനിങ്ങനെ ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. ശരിക്കും ഈ ഓണത്തിൻ്റെ ആഹ്ലാദവും സന്തോഷവും ഒക്കെ നമ്മുടെ മനസ്സിലെത്തിക്കുന്നതിൽ ഈ കലാപരിപാടികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. തീർച്ചയായിട്ടും. ഈ കലാസമിതികളൊക്കെ ഓണത്തോടു കൂടിയാണ് സജീവമാവുന്നത്. അതിന് മുന്നേ ക്യാമ്പൊക്കെ ഇട്ടിട്ട് ഓണത്തിന് ഇപ്പം നാടകമായാലും മിമിക്രി ആയാലും ഗാനമേള ആയാലും ഓണത്തിന് ശേഷം കലാപരിപാടികൾ വേദികളിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു അല്ല. അപ്പം തന്നെ ഓണത്തിന് ഏറ്റവും കൂടുതൽ ഊഷ്മളമാക്കി തീർക്കുന്നതും ഈ കലാപരിപാടികളാണ്. പ്രത്യേകിച്ച് കഥാപ്രസംഗമൊക്കെ. എൻ്റെ കുഞ്ഞുനാളിലൊക്കെ കഥാപ്രസംഗം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സൈക്കിളിൽ യാത്ര ചെയ്ത് പോയി കഥാപ്രസംഗങ്ങൾ കണ്ടിരുന്ന ഒരു കാലം ഞാൻ ഓർക്കുകയാണ്. കാഥികൻ വിനോദ് ചമ്പക്കരയെ സംബന്ധിച്ച് ബാല്യകാലത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് കഥാപ്രസംഗവുമായി ബന്ധപ്പെട്ട ഓണ ഓർമ്മകൾ? കഥാപ്രസംഗം ഈ അടുത്ത കാലം വരെ ഏതാണ്ട് പിന്നെ 90 അതിന് മുമ്പ് വരെ ഓണക്കാലത്ത് നമുക്ക് ഇരിക്കാൻ സമയമില്ലായിരുന്നു. അതെ. ഒരു 10-15 പ്രോഗ്രാംസ്. അത് ഈ ഒരാഴ്ച കൊണ്ടാണ്. ഒരാഴ്ചത്തെ ഓണാഘോഷത്തിനിടയ്ക്ക് ഇത്രയും പ്രോഗ്രാം ചെയ്യണമായിരുന്നു. അത് മിക്കവാറും പരിപാടിയൊക്കെ തീരാറാകുമ്പോഴത്തേന് അവസാന സ്റ്റേജൊക്കെ വരുമ്പോൾ ശബ്ദമില്ല. ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. 3 പ്രോഗ്രാമൊക്കെ ഒരു ദിവസം ചെയ്യുക എന്ന് പറയുന്നത് അതൊക്കെ ഒരു കാലം. അതെ. അതുപോലെ ഈ കുഞ്ഞുനാളിൽ പരിപാടികൾ കാണാൻ, ഓണക്കാലത്ത് കലാപരിപാടികൾ കാണാൻ പോകുന്നതൊക്കെ ഒരു ശീലം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. പിന്നെ അന്നൊക്കെ എന്ന് വെച്ചാൽ പകല് നമ്മൾ പിന്നെ കിളികളി, കബഡി കളി, പന്ത് കളി, ഇങ്ങനെയൊക്കെയാണല്ലോ. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ കലാപരിപാടി. ആസ്വാദ്യകരമായിട്ടുള്ള ഒരു ബാല്യകാലമായിരുന്നു. അന്നത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് ഒരിക്കലും സമയമില്ല, എപ്പോഴും എൻഗേജ്ഡായി. അതെ അതെ അതെ. ഓണത്തിന് മാത്രമായിട്ട് രൂപപ്പെടുന്ന ചില ക്ലബ്ബുകളുണ്ട്. അത് ഓണക്കാലത്ത് മാത്രമേ ഉള്ളൂ, അതിന് മുമ്പില്ല. അല്ലാതെ സ്ഥിരമായി നിലനിൽക്കുന്ന ക്ലബ്ബുകളും ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മളിങ്ങനെ കലാപരിപാടിയും നാടകം. ഞാനിപ്പോ ഇവിടെ തന്നെ നമുക്ക് ഈ നത്തലൂർ കേന്ദ്രമാക്കിയൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു, വിവേകാനന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയും. അവിടെ ദീർഘകാലം ഞാൻ അവിടെ ഭാരവാഹിയായിട്ടൊക്കെ ഇരുന്നു. ശരി. അതിൻ്റെ കെയർ ഓഫിൽ പിന്നെ സർഗശ്രീ ഇങ്ങനെ കലാവേദികൾ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാനൊരു 15ഓളം അമച്വർ നാടകങ്ങൾ സംവിധാനം ചെയ്തതിൽ അഭിനയിക്കാനും പറ്റി. അപ്പോൾ എപ്പോഴും നമ്മൾ തിരക്കാം. ഇപ്പം ഈ ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള ഈ ലഹരി വിരുദ്ധ പരിപാടികളിലൊക്കെ ആവശ്യമില്ല. കാരണം അത്തരത്തിൽ ചിന്തിക്കാനുള്ള ഒരു സമയം നമുക്കില്ല. പിന്നെ വായനശാലകളും ഒരുപാട് ഓണക്കാലത്ത് പരിപാടികൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ പോലും അവിടെ വായിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, ദിനപത്രങ്ങളും എല്ലാ സൗകര്യങ്ങളുണ്ട്. അവിടെ ഇതുപോലെയുള്ള പരിപാടികൾ ഓണമാകുമ്പോഴത്തേനും ഒരു വലിയ ആവേശമാണ്. ഈ ഓണത്തിന് എങ്ങനെയാണ് ഇപ്രാവശ്യത്തെ പരിപാടികൾ, കായിക പരിപാടികൾ, പിന്നെ കലാപരിപാടികൾ. അപ്പോൾ നമ്മൾ എപ്പോഴും തിരക്കാം.
ഈ ബാല്യകാലത്തൊക്കെ കലാപരിപാടികൾ കാണാൻ പോകുന്നതിൽ നിന്നും മറ്റുമൊക്കെ കിട്ടിയ ഇൻസ്പിറേഷൻ ആണോ കഥാപ്രസംഗ കലയിലോട്ട് തിരിയാനായിട്ട് അങ്ങ് ഇടവരുത്തിയത്? കഥാപ്രസംഗ കലയിലേക്ക് പോകാൻ അത് മാത്രമല്ല, ഞാൻ കഥാപ്രസംഗത്തെക്കുറിച്ച് ഒരിക്കലും പിന്നെ അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളെ അല്ല. ഈ രംഗത്തോട്ട് വരുമെന്ന് വിചാരിച്ചില്ല. കഥാപ്രസംഗം അങ്ങനെ ഞാൻ കേൾക്കാത്ത ഒരു കാലത്ത് ഈ രംഗത്തേക്ക് വന്നയാളാണ്. ശരി. അത് എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് പഠിച്ചതൊക്കെ ചമ്പക്കരയിൽ തന്നെയാണ്? അല്ല, ഞാൻ പഠിച്ചത് ആലാമ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് അമ്മ വീട് പാമ്പാടിയായിരുന്നു. ശരി. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ജൂനിയർ ടെക്നിക് സ്കൂളിൽ പിന്നെ വെള്ളൂര്, ഓക്കെ, അവിടെ പഠിക്കുന്ന സമയത്താണ് ഈ ആദ്യമായിട്ട് കഥാപ്രസംഗം എൻ്റെ ക്ലാസ്മേറ്റ് കഥീയനായിട്ട് അവിടെ മത്സരത്തിന് അവതരിപ്പിക്കുക. അപ്പം ഞാൻ ഓൾറെഡി സ്റ്റേറ്റ് ലെവൽ വരെ ബെസ്റ്റ് ആക്ടറായിരുന്നു നാടകത്തിനോടായിരുന്നു. നാടകത്തിനോടായിരുന്നു. നാടകം അത്യാവശ്യം പാട്ട് പാടും, ചെറിയ പാട്ടുകളൊക്കെ പാടും, അങ്ങനെ പോകും. അപ്പോൾ ഈ എൻ്റെ ക്ലാസ് ടീച്ചർ, ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരു ഖദീജ ടീച്ചർ, അവരുണ്ട് പറഞ്ഞു, നീ ഇവനെ അഭിനയമൊന്നും ശരിയല്ല, നീ അഭിനയമൊന്നും പഠിപ്പിക്കാൻ പറയാം. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തിനെ അഭിനയം, ഈ കഥാപ്രസംഗത്തിന് വേണ്ട അഭിനയം പഠിപ്പിച്ചു കൊടുക്കുക. സത്യത്തിൽ ഞാൻ കഥാപ്രസംഗം കേട്ടിട്ടില്ല. പക്ഷെ ഇത് അവനെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇവനൊക്കെ തന്നിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ അവൻ പോലും അറിയാതെ അവനെ പഠിപ്പിച്ച് ഞാൻ ഹൃദയസ്ഥമാക്കിയൊരു സാധനമാണ് കഥാപ്രസംഗം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അതൊരു വെക്കേഷൻ ടൈമിൽ അടുത്ത 10ാം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ അടുത്തുള്ള ട്യൂട്ടോറിയൽ കോളേജിൽ തന്നെ വെക്കേഷൻ ക്ലാസ്സിൽ ചേർക്കുക. അപ്പം അതൊരു 1 മാസത്തെ ക്ലാസ്സിലുള്ളെങ്കിലും 2 മാസത്തെ ക്ലാസ് ആണെങ്കിലും അതൊരു എൻ്റെ ജീവിതത്തിലൊരു വലിയ വഴിത്തിരിവായിരുന്നു. എന്ന് പറഞ്ഞാൽ മലയാളം അധ്യാപകനൊക്കെ, മലയാളം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ വളരെ പേരുകെട്ട ബേബി സാറാണ് എൻ്റെ പൈനിയർ ആർട്സ് ആൻഡ് സ്പോർട്സ് കോളേജ്, ആർട്സ് കോളേജ്. അപ്പോൾ അവിടെ മൗനം തോമസ് സാറാണ് മലയാളം ക്ലാസ് വരുന്നത്. ഭാഷയുടെ അനിതര സാധാരണമായ പിന്നെ ഇതിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലൂടെയാണ്. അപ്പം ഭാഷ അന്ന് മുതൽ എൻ്റെ മനസ്സിലേക്ക് കയറുകയാണ്. അപ്പോൾ ഈ ഭാഷയ്ക്ക് ഏറ്റവും അതിനെ പ്രചോദിപ്പിക്കാനും അതിനെ പരിപോഷിപ്പിക്കാനും അതിനെ ഇഷ്ടപ്പെടാനും ഏറ്റവും നല്ലൊരു കലാരൂപം കഥാപ്രസംഗം തന്നെയാണ്. അങ്ങനെ അവിടെ അന്ന് ക്ലോസിംഗ് സെറമണിക്ക് ഇവൻ്റെ നിന്നും ഹൃദയസ്ഥമാക്കിയ കഥ ഞാൻ അവിടെ അവതരിപ്പിക്കുക. അത് ഒരുപാട് 10 മിനിറ്റ് കഥ ഞാൻ അന്ന് അവിടെ 20-22 മിനിറ്റ് അവതരിപ്പിച്ചു, എൻ്റെ കയ്യിൽ നിന്ന് ഒക്കെ ഇട്ട്. അത് ശരി. അപ്പം അന്ന് കിട്ടിയ ഒരു പ്രോത്സാഹനം, അപ്രിസിയേഷൻ, അത് നമ്മളെ, എനിക്ക് തോന്നി ഇത് നമുക്ക് പറ്റിയ ഒരു മേഖലയാണ്. പിന്നെ ഭാഷ എന്ന് പറയുന്നത്, ഭാഷ നന്നായിട്ട് വഴങ്ങുക, കാഥികനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം, ഏറ്റവും അത്യാവശ്യം വേണ്ടത് മലയാള ഭാഷ ഉച്ചാരണ ശുദ്ധി. അതെ. എന്ന് മാത്രമല്ല, ഈ കഥാപ്രസംഗം എന്ന് പറയുന്നത് ഇപ്പോൾ അഭിനയമുണ്ട്, അതിൽ പാട്ടുണ്ട്, ഗാനമുണ്ട്, പിന്നെ അതുപോലെ തന്നെ പ്രസംഗമുണ്ട്, കഥപറച്ചിലുണ്ട്, അങ്ങനെ ഒരുപാട് കലകളുടെ ഒരു സംഗമമാണ് നമ്മുടെ കഥാപ്രസംഗം എന്ന മേഖലയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറൊക്കെ ആൾക്കാരെ ഒരാളിങ്ങനെ പിടിച്ചിരുന്നുണ്ട്. ഇപ്പം നാടകമാണെങ്കിൽ സീൻ ചേഞ്ചസും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ. ദൃശ്യകലയല്ലല്ലോ. അതെ. അപ്പോൾ ഇത്രയും സമയം ജനങ്ങളെ ഒരു കാഥികൻ അവൻ്റെ നാവിലൂടെ സംസാരത്തിലൂടെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അത് ഈ വാഗ്മയ ചിത്രങ്ങളാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. അതെ. കഥാപ്രസംഗത്തിൽ ഈ സംഭശിവനൊക്കെ പഠിപ്പിച്ചു തന്ന അതാണല്ലോ. വാഗ്മയ ചിത്രങ്ങൾ, വാക്കുകൾ കൊണ്ട് ചിത്രങ്ങൾ, നമ്മൾ തന്നെ കഥാപാത്രങ്ങളായിട്ട് മാറുകയാണല്ലോ അതിൻ്റെ. ഇപ്പോൾ ഒരു നമ്പൂതിരിയായിട്ട് വരികയാണെങ്കിൽ നമ്മൾ നമ്പൂതിരിയായിട്ട് അങ്ങ് മാറുകയാണ്. പിന്നെ ഒരു കച്ചവടക്കാരനാണെങ്കിൽ നമ്മൾ ആ രൂപത്തിലേക്ക് അങ്ങ് മാറുക. ഈ നമ്മൾ ഈ ചുരം കയറുന്ന പോലെയാണ്. അതായത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഈ കാലാവസ്ഥയ്ക്ക് മാറ്റം അനുസരിച്ച് നമുക്കുണ്ടാകുന്ന ശാരീരികമായ അസ്വസ്ഥതകളുണ്ടല്ലോ. ഈ പിന്നെ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു, പിന്നെ മേളിലേക്ക് കയറ്റം കയറുമ്പം മറ്റൊരു അവസ്ഥ, പെട്ടെന്ന് ബോഡി ചേഞ്ച് ചെയ്യണം. എന്ന് പറഞ്ഞ പോലെ ഈ കഥാപ്രസംഗത്തിൽ അനുഭവിക്കുന്ന ഒരു ഏറ്റവും വലിയ വേദന എവിടെയാണ് എന്ന് വെച്ചാൽ ക്ഷീണം. നമ്മൾ ഓരോ കഥാപാത്രങ്ങളായി മാറുക. അത് നെഗറ്റീവ്, പോസിറ്റീവ് മാത്രമല്ലല്ലോ. നെഗറ്റീവ് ക്യാരക്ടർ ആവണം, പോസിറ്റീവ് ക്യാരക്ടർ ആവണം, പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ചേഞ്ച്. അപ്പം നമ്മൾ ഈ 2 മണിക്കൂർ പ്രോഗ്രാം ചെയ്ത് വരുമ്പോൾ ഒരു 5 സെന്റ് കിളച്ചിറങ്ങി വരുന്ന ഒരു ഇതാണ് നമുക്ക് ഉണ്ടാകുന്നത്, ശാരീരിക അധ്വാനമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അത്രമാത്രം സ്ട്രെയിൻ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും നമ്മളൊരു കഥ ആവാഹിക്കുമ്പോഴേ, നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ, ഒരു കഥാപ്രസംഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഏത് കാര്യമായിരിക്കും, ഇപ്പോൾ നമ്മൾ അങ്ങിപ്പോൾ അവതരിപ്പിച്ചു വരുന്ന കഥകൾ മഹാഭാരതം പോലുള്ള പുരാണ കഥകളിൽ നിന്നെടുത്തുള്ള കഥകളുണ്ട്, പിന്നെ വിശ്വസാഹിത്യ കൃതികളിൽ നിന്ന് എടുത്തിട്ടുള്ള കഥകളുണ്ട്. എങ്ങനെയായിരിക്കും നമ്മളൊരു കഥയെ സെലക്ട് ചെയ്യുന്നത്? എന്താണ് അതിൻ്റെ ഒരു മാനദണ്ഡം? അത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു പുതുമയുണ്ടാവണം. കഥ കേൾക്കാനുള്ള ആഗ്രഹം മനുഷ്യന് ജന്മസിദ്ധമാണ്. അതെ. നമ്മളെല്ലാം നേരിട്ട് പഠിച്ചിട്ടുള്ള ആളുകളല്ല, നമ്മളെല്ലാം കഥയിലൂടെയാണ് കാര്യങ്ങൾ പഠിച്ചത്. അതെ. മുത്തശ്ശി കഥ പറഞ്ഞു മുത്തശ്ശി കഥകൾ മുതൽ നാടോടി കഥകൾ മുതൽ പുരാണ കഥകൾ മുതൽ എല്ലാം കഥയിലൂടെയാണ്. അതെ. ഇപ്പം മഹാഭാരതമായാലും രാമായണമായാലും കഥ പറഞ്ഞാണ്, പിന്നെ ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കഥ പറഞ്ഞു കൊടുക്കുന്നു,
അതാണ് ഇപ്പം ഗണപതി പിന്നെ പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഗണപതിയോട് പറഞ്ഞു കൊടുക്കുന്നു, ഗണപതി എഴുതുന്നു, ഇങ്ങനെയൊക്കെയാണ് പുരാണങ്ങൾ. ഇപ്പം ബൈബിൾ ആയാലും ഏത് ഗ്രീക്ക് പുരാണങ്ങൾ എടുത്താലും എല്ലാം അത് ഈ കഥകളുടെ രൂപത്തിൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. ശരി. അപ്പോൾ നമ്മളൊന്നും നേരിട്ട് പഠിച്ചിട്ടുള്ള ആളുകളല്ല, കഥയിലൂടെയാണ്. അപ്പോൾ കഥ കേൾക്കാനുള്ളൊരു ത്വര മനുഷ്യന് ജന്മസിദ്ധമാണ്. പക്ഷേ കാലികമായിട്ട് നമ്മളിപ്പം പുത്തൻ തലമുറയുടെ ഇതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ പുതുമയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. മറ്റൊന്ന്, ഇന്നത്തെ ഒരു മനുഷ്യൻ്റെ മനഃശാസ്ത്രം പരിശോധിച്ചാൽ ഞാൻ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ചെലവഴിക്കുമ്പോൾ എനിക്ക് എന്ത് നേട്ടം? അതെ അതെ. ഒന്നെങ്കിൽ അവൻ ആസ്വദിക്കാൻ, വെറുതെ ചിരിക്കാനുള്ള സംഗതികൾ വേണം, സമയങ്ങളെ. അല്ലാത്തൊരു ഗൗരവമേറിയ ഗഹനമായ ഒരു കഥ പറഞ്ഞാൽ മനുഷ്യൻ കേൾക്കാനിരിക്കണമെങ്കിൽ അവൻ ചിന്തിക്കുന്നത് എനിക്കെന്ത് ഗുണം, ഈ സമയത്ത് വീട്ടിൽ പോയി ഇരുന്നാലല്ലേ, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കാം, അല്ല മറ്റു ചില. അപ്പോൾ ഇതൊരു മനുഷ്യൻ്റെ സ്വാർത്ഥതയാണ്. അത് കലാപരിപാടിയുടെ കാര്യത്തിൽ പോലും ഇതുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുമ്പം അവനും എന്തെങ്കിലും കൊടുക്കണം. 1 മണിക്കൂർ 2 മണിക്കൂർ എൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് പോകുമ്പോൾ അവന് മനസ്സിലേക്ക് എന്തെങ്കിലും അവന് പ്രയോജനപ്പെടുന്ന ഒരു സാധനം കൊടുക്കണം. സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. അങ്ങനെയുള്ള കഥകളാണ് ജീവിതത്തിൽ അവന് പ്രയോജനപ്പെടുന്നത്. അങ്ങനെ അല്ലെങ്കിൽ അവൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത അറിവുകൾ കൊടുക്കുമ്പോൾ മാത്രമേ അവർ ആ ക്യൂരിയോസിറ്റി ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും. അതിനുള്ള അങ്ങനെയാണ് ഞാൻ കഥകൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സാറ് തന്നെയാണ് അതിൻ്റെ രചനയും സംവിധാനവും കവിതകളും പാട്ടുകളും ഒക്കെ. പിന്നെ എം എൻ തങ്കപ്പൻ, പാമ്പാടി രാമകൃഷ്ണൻ, അങ്ങനെയുള്ള ആളുകൾക്ക് കഥ എഴുതി തരുമായിരുന്നു. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ തന്നെയാണ് കഥകൾ എഴുതുന്നത്. യെസ്. അപ്പം നമ്മൾ ഒരു കഥ ആയി കഴിഞ്ഞു, അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ ആയി കഴിഞ്ഞു, പാട്ടൊക്കെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞു. അടുത്ത് വരുന്നത് നമ്മൾ ക്യാമ്പിലേക്ക് കിടക്കുക എന്നുള്ളതാണ് അല്ലേ? കഥാപ്രസംഗം. ഇപ്പോൾ ഓരോ പുതിയ കഥയും നമ്മൾ നമ്മുടെ കൂടെയുള്ള ടീമിനെ പഠിപ്പിച്ചെടുക്കണമല്ലോ. കാരണം കഥാപ്രസംഗത്തിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. തബല, ഹാർമോണിയം മാത്രം കലയല്ല. എല്ലാവരും നമ്മുടെ ടീമിൽ ആരൊക്കെ ഉണ്ട് ഇപ്പോൾ? എൻ്റെ കൂടെ പിന്നെ കീബോർഡുണ്ട്, തബല, ഗിറ്റാർ, കോങ്കോ ഡ്രം, ഇത്ര ആളുകൾ, ക്ലാർനെറ്റ്, 5 പേരടങ്ങുന്ന. എൻ്റെ ഇപ്പം ക്ലാർനെറ്റ് ഇല്ല. കാരണം എൻ്റെ കൂടെ പണ്ടത്തെ കഥാപ്രസംഗത്തിൽ ഒരു മെയിൻ ആയിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്ലാർനെറ്റുകാരൻ ഒരു പയ്യപ്പാടി കുട്ടപ്പായാണ്. പുള്ളി മരിച്ചുപോയി. ശരി. അതിനുശേഷം നമുക്ക് അദ്ദേഹത്തോട് കിടപിടിക്കുന്ന ഒരാളെ കിട്ടാത്തത് കൊണ്ട് പിന്നെ ഞാൻ അത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ക്യാമ്പും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മറ്റ് കലാപരിപാടികൾ ബുക്ക് ചെയ്യുന്നത് പോലെ തന്നെ ബുക്കിംഗ് ഏജന്റുമാരുടെ ഒരു സഹകരണവും സഹായവും ഒക്കെ നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഏജന്റുമാർ കുറേയൊക്കെ സഹായിക്കാറുണ്ട്. എങ്കിൽ പോലും ഇപ്പൊ പൊതുവെ അങ്ങനെ ഇപ്പൊ നേരിട്ട് എന്നെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒരു പബ്ലിസിറ്റി അങ്ങനെ ഇല്ലല്ലോ. നമ്മളൊരു സ്ഥലത്ത് പ്രോഗ്രാം ചെയ്യുന്നു, അവിടെ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ വീണ്ടും നമുക്ക് അടുത്ത ബുക്കിംഗ് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അഡ്രസ്സ് ബന്ധപ്പെടാൻ താല്പര്യം അറിയാൻ മേലെങ്കിൽ അപ്പോൾ അവരടുത്തുള്ള ഏജൻസിയെ ബന്ധപ്പെടും. ശരി ശരി. അങ്ങനെയൊക്കെയാണ് കൂടുതൽ പ്രോഗ്രാംസ്. ശരിക്കും ഇപ്പോൾ 6ഓളം കഥകളാണ് ഇപ്പോൾ അങ്ങ് വേദികളിൽ അവതരിപ്പിച്ചു വരുന്നത്. ഞാൻ 30-ൽ പരം കഥകൾ, 33 കഥകൾ ചെയ്തിട്ടുണ്ട്. ഈ വർഷം അവതരിപ്പിക്കുന്ന 6 കഥകളാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വേദികൾ പങ്കിട്ടിരിക്കുന്നത് കുഞ്ചൻ നമ്പ്യാർ തന്നെയായിരിക്കും. കുഞ്ചൻ നമ്പ്യാർ ഒരു വലിയ അനുഭവമാണ്. ഞാൻ ഈ കഥ എടുക്കുന്ന സമയത്ത് എൻ്റെ കഥാപ്രസംഗ സുഹൃത്തുക്കൾ പോലും പറഞ്ഞു അത് കൈകൊള്ളും, എടുക്കരുത്. കാരണം നമ്പ്യാരുടെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു യാത്ര മാത്രമാണ്. അതിനിടയിലുണ്ടാകുന്ന ചില അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ചില കോമഡി. പക്ഷെ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഒരു സാഹിത്യ സവ്യസാചിയായിരുന്നു. വെറും ഹാസ്യ കവിയായിട്ടോ തുള്ളൽ കലാകാരനായിട്ടോ മാറ്റി നിർത്തേണ്ട ആളല്ല. കുഞ്ചൻ നമ്പ്യാർ കൈവെക്കാത്ത സാഹിത്യ മേഖലയിൽ മലയാളത്തിലെ ആദ്യത്തെ വഞ്ചിപ്പാട്ട് കുഞ്ചൻ നമ്പ്യാർ എഴുതിയെന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർക്ക് അറിയാം? അതെ അതെ. അദ്ദേഹം എഴുതിയത് വേറെ എങ്ങും വെച്ചല്ല, നമ്മുടെ കോട്ടയം ജില്ലയിലെ കുമാരനല്ലൂർ വെച്ചാണ്. ശരി. കുടമാളൂർ വെച്ച്. കുടമാളൂർ ചെമ്പകശ്ശേരി രാജവംശത്തിൻ്റെ മൂലകുടുംബം സ്ഥിതി ചെയ്യുന്ന കുടമാളൂരിൽ താമസിച്ചുകൊണ്ടാണ് അദ്ദേഹം ആദ്യത്തെ വഞ്ചിപ്പാട്ട് എഴുതുന്നത്, കിരാതം വഞ്ചിപ്പാട്ട്. ലക്ഷണമൊത്ത മലയാളത്തിലെ ആദ്യത്തെ വഞ്ചിപ്പാട്ട് രാമപുരത്ത് വാര്യയുടെ കുചേലവൃത്തമാണ്. അതെ. പക്ഷെ അതിനു മുമ്പ് തൻ്റെ യൗവനകാലത്ത് കുഞ്ചൻ നമ്പ്യാർ എഴുതി ഈ കിരാതം വഞ്ചിപ്പാട്ട്. അപ്പോൾ ഇത്തരം അറിവുകൾ. അതെ. അതേപോലെ കുഞ്ചൻ നമ്പ്യാർ പേപ്പട്ടി കടിച്ചാണ് മരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അറിവുകൾ ഇപ്പോൾ സ്ഥിരം ശൈലിയിൽ നിന്ന് മാറി. കുഞ്ചൻ നമ്പ്യാരുടെ ഈ തുള്ളൽ കല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിരം ചില പഴഞ്ചൊല്ലുകളായി മാറി പരിണമിച്ച കോമഡികളുണ്ടല്ലോ. അതെ അതെ അതെ. മുല്ലപ്പൂവും പടിയേറ്റ് കിടക്കും കല്ലിനുമുള്ള അതിൽ നിന്നും മാറിക്കൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ ഒരു ശ്രവ്യ അനുഭവം എത്തിക്കുന്നവരാണ്. എനിക്ക് തോന്നുന്നു മറ്റൊരു കഥ ഉർമിളയാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ വേദികൾ പങ്കിട്ടത്. എനിക്ക് തോന്നുന്നു അങ്ങേക്ക് കേരള സാഹിത്യ അക്കാദമി സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം നേടിത്തരുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് മഹാഭാരതത്തിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു കഥാപാത്രത്തിന്, രാമായണത്തിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു കഥാപാത്രത്തിനാണ് വേദികളിലേക്ക് രാമായണത്തിൽ അധികം നല്ല, രാമായണത്തിൽ വളരെ നേരിയ പരാമർശം മാത്രമേ ഉള്ളൂ. അതെ. പിന്നെ ചെമ്പഴന്തിയിലെ സൂര്യൻ, ദേവേന്ദ്രജാലം.
ദേവേന്ദ്രജാലം അതില് ഹരികഥാപ്രസംഗമാണ്. അതെ, ഹരികഥാപ്രസംഗമായിട്ടാണ് നമ്മളത് അവതരിപ്പിക്കുന്നത്. എന്താണ് കഥാപ്രസംഗവും ഹരികഥാപ്രസംഗവും തമ്മിലുള്ള അതായത് ഹരികഥയിൽ നിന്നാണല്ലോ കഥാപ്രസംഗം രൂപപ്പെട്ടത്. ഉവ്വ്. ഈ കഥാപ്രസംഗം എന്ന പേര് ആകപ്പാടെ ഈ പുതിയ കോമഡി ഷോക്കാരും മിമിക്രിക്കാരും സിനിമയിൽ പോലും ഏറ്റവും കൂടുതൽ അവഹേളിക്കപ്പെട്ട ഒരു കലാരൂപമാണ് കഥാപ്രസംഗം. അപ്പോൾ കഥാപ്രസംഗം എന്ന് പറയുമ്പോഴത്തേനൊരു ഒരു അവജ്ഞയാണ് പുതിയ തലമുറയ്ക്ക്. ഞാൻ ഗാന്ധികനാണ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ഓർക്കസ്ട്രക്കാരോടൊക്കെ ചോദിക്കും പറയും, അവർ ഈ കഥാപ്രസംഗത്തിന് പോകുന്നു എന്ന് പറയുന്ന അവർക്കൊരു നാണംകേട് പോലും എൻ്റെ ഓർക്കസ്ട്രക്കാരെ ഒഴിച്ചിട്ട് പലരും ഞാൻ കണ്ടിട്ടുണ്ട്. അവർ കഥാപ്രസംഗത്തിൻ്റെ തബല വായിക്കാൻ പോവുകയാണെങ്കിൽ അവർ പറയും ഞാനൊരു ഗാനമേളയുണ്ട് അതിന് പോകാമെന്ന് പറയും. ശരി. അപ്പോൾ ഈ കഥാപ്രസംഗത്തെ അങ്ങനെ കാണും. അപ്പോൾ എനിക്ക് തോന്നി പിന്നെ പേരൊന്ന് മാറ്റി പിടിക്കാവോ, പേര് മാറ്റാൻ അങ്ങനെ മാറ്റിക്കഴിയുമ്പോൾ ഈ കഥാപ്രസംഗം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടാവും. അതെ. അപ്പം ഹരികഥയിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടത്. അപ്പോൾ ഹരിയുടെ കഥ പറയുന്ന ആയിരുന്നു ഹരികഥ. പിന്നീട് പുരാണ കഥകളെല്ലാം ഹരികഥ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അതെ. അപ്പോൾ അത് രണ്ടിനെയും കൂടെ ഞാൻ ഇന്ന് യോജിപ്പിച്ചിട്ട് ഹരികഥയും കഥാപ്രസംഗം കൂടെ ചെയ്ത് ഹരികഥാപ്രസംഗം എന്നൊരു പേര് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ പുരാണ കഥയാണ് പറയുന്നത്. അതെ. അതിനൊരു ആ കഥയ്ക്കും പ്രത്യേകത ഉണ്ട്. മഹാഭാരതത്തിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയൊരു കഥാപാത്രം. അതെ. അത് മഹാഭാരതമെന്നും പുരാണമെന്നും പറയാമെങ്കിലും ഒരു സാമൂഹ്യ കഥയുടെ ഒരു പശ്ചാത്തലത്തിലാണ് ആ കഥ പോകുന്നത്. ആ കഥയെക്കുറിച്ച് പറഞ്ഞാൽ ഒരു ചോദ്യത്തിൽ നിന്നാണ് കഥ ഉണ്ടാകുന്നത്. സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഇന്ദ്രിയ സുഖാനുഭൂതി ഏറ്റവും കൂടുതൽ ആർക്കാണ്, സ്ത്രീക്കോ പുരുഷനോ? ചോദ്യം ചോദിച്ചത് യുധിഷ്ഠിരനാണ്. ചോദിച്ചത് ശരശിയിൽ കിടക്കുന്ന ശരശീയാവലംബിയായ ഭീഷ്മ പിതാമഹനോട്. സിറ്റുവേഷൻ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് ഭീഷ്മർ ശരശികയിൽ കിടക്കുന്നു, ഉത്തരായനം കാത്ത് മരിക്കാൻ കിടക്കുകയാണ്. അദ്ദേഹം സ്വച്ഛന്ത മൃത്യുവാണ്. അപ്പം കൃഷ്ണൻ്റെ ഉപദേശം അനുസരിച്ചിട്ട് പാണ്ഡവരിൽ എല്ലാ ദിവസവും രാവിലെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ചെന്ന് പിതാവിനെ കണ്ട് പിതാമഹനെ കണ്ട് ഉപദേശം തേടുക. രാജാവാകാൻ പോകുന്ന യുധിഷ്ഠിരൻ ചോദ്യങ്ങൾ ചോദിക്കും. രാജധർമ്മത്തെക്കുറിച്ചും നൈതിക ധർമ്മത്തെക്കുറിച്ചും ചതുരാശ്രമ ധർമ്മത്തെക്കുറിച്ചും വർണ്ണാശ്രമ ധർമ്മത്തെക്കുറിച്ചും ജീവൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും തിരോധാനത്തെക്കുറിച്ചും എല്ലാം ചോദിക്കും. എല്ലാത്തിനും കൃത്യവും വ്യക്തമായ മറുപടി ഈ പിതാമഹൻ കൊടുത്തു. അവസാനം യുധിഷ്ഠിരൻ പറഞ്ഞു, ജ്ഞാനധനനായ പിതാമഹ, എൻ്റെ എല്ലാ സംശയങ്ങൾക്കും അങ്ങ് നിവൃത്തി വരുത്തി. എന്നാൽ ഒരു ചോദ്യം കൂടി എന്നിൽ അവശേഷിക്കുന്നു. ചോദ്യം ഇതാണ്: സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഇന്ദ്രിയ സുഖാനുഭൂതി ഏറ്റവും കൂടുതൽ ആർക്കാണ്, സ്ത്രീക്കോ പുരുഷനോ? ചോദ്യം കേട്ട് ചുറ്റും നിന്നവരോ അമ്പരന്നു. ആരോടാ ചോദ്യം? നൈഷ്ഠിക ബ്രഹ്മചാരിയായ പിതാമഹനോട്. സ്ത്രീ സുഖം എന്തെന്നറിയാത്ത പിതാമഹനോട്. പിതാമഹൻ ചോദിച്ചു, കുഞ്ഞേ, നിന്റെ പിതാമഹൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് നീ മറന്നുപോയോ? മറന്നതല്ല പിതാമഹ, മറന്നതല്ല. നൈഷ്ഠിക ബ്രഹ്മചാരിയാണെങ്കിലും അതിമാനുഷമായ അവിടുത്തെ ഭീഷ്മ പ്രഭാവത്തിൽ ഒതുങ്ങാത്ത അറിവ് അസംഭാവ്യമാണ്. അതുകൊണ്ട് അവിടുത്തേക്ക് മാത്രമേ ഇതിന് ഉത്തരം പറയാൻ കഴിയൂ. കുഞ്ഞേ, ശരിയാണ്, നിഷ്കളങ്കമാണ് നിന്റെ സന്ദേഹം. ലോകത്തേതൊരാളും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അറിയാൻ ആഗ്രഹമുണ്ടെങ്കിലും ആരോടെങ്കിലും ചോദിച്ചാൽ അശ്ലീലമെന്ന് ആക്ഷേപിക്കുമെന്ന് കരുതി ആരും ആരോടും ചോദിക്കാതെ എല്ലാവരും ഉള്ളിൽ കൊണ്ടു നടക്കുന്നൊരു കാര്യം. അതുകൊണ്ട് ഞാനതിന് മറുപടി പറയാം. ഈ ചോദ്യത്തിന് ഉത്തരം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരു കഥ. ഒരേ ജന്മത്തിൽ സ്ത്രീയായും പുരുഷനായും ജീവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഭംഗാസ്വനൻ എന്ന രാജാവിൻ്റെ കഥ. ഇത് ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ ഇതിനകത്തൊരു യുക്തി എന്ന് പറയുന്നത്, നമ്മളൊക്കെ പൂർവ്വജന്മത്തിൽ ആരായിരുന്നുവെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ വിശ്വസിക്കുന്നവർ, പൂർവ്വജന്മം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ പുരുഷനായിരുന്നെങ്കിൽ ആ എല്ലാ ഓർമ്മകളോടും കൂടി അതേ ജന്മത്തിൽ സ്ത്രീയായി ജീവിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇതിന് ഉത്തരം പറയാൻ പറ്റൂ. ശരി, അല്ലാത്തവർക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ആളുണ്ടോ എന്നൊരു അന്വേഷണമാണ്. ഉണ്ടോ എന്ന് മഹാഭാരതം പറയുന്നു. അദ്ദേഹത്തിൻ്റെ കഥയാണ് ഈ, അതായത് അനുശാസന പർവ്വം ഭംഗാസുനോപാഖ്യാനം. ഭംഗാസുനൻ എന്ന് പറയുന്ന രാജാവായിരുന്നു, ഈ രണ്ടായിട്ട് ജീവിച്ച ആൾ. അപ്പോൾ അതാണ് അതിലപ്പോൾ ഒരുപാട് ക്രിയേറ്റീവ് ചിന്തകളും ഒരുപാട് ഗവേഷണങ്ങളും ഒക്കെ നടത്തിയാണ് നമ്മൾ. ശരിക്കും ഈ ഊർമിള, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് കഥകൾ മാത്രമല്ല, കഥാപ്രസംഗത്തിന് അങ്ങ് നൽകിയ സമഗ്ര സംഭാവനകളെ ആദരിച്ചുകൊണ്ടാണ് നമ്മുടെ കേരള സാഹിത്യ സംഗീത നാടക അക്കാദമി അങ്ങേക്ക് ഈ കലാശ്രീ പുരസ്കാരം ലഭിക്കുന്നത്. അത് അങ്ങ് പോലീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. പോലീസിൽ ആദ്യമായിട്ടാണ് ഒരു സംഗീത അക്കാദമി അവാർഡ്, പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പോലീസ് ഓഫീസർക്ക് ലഭിക്കുന്നത്. ഒരു റാങ്കിലും ആർക്കും കിട്ടില്ല. ഇതെങ്ങനെ ഈ പോലീസ് ജോലിയും ഈ കഥാപ്രസംഗ കലയും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു? ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നു. ഞാൻ പോലീസിൽ ശരിക്കും പറഞ്ഞാൽ ഈ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്ത ആളല്ല, മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ്ങിലായിരുന്നു. ശരി.
എങ്കിലും തിരക്കുണ്ട്. അതെ. തിരക്കുണ്ട്. അപ്പം ഡിസ്ട്രിക്ട് മോട്ടോർ ട്രാൻസ്പോർട്ട് ഓഫീസറായിരുന്നു, പിന്നെ ഡിസ്ട്രിക്ട് മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടറായിട്ടാണ് പെൻഷനാവുന്നത്. അപ്പോൾ പോലീസിൽ തന്നെ ഈ പോലീസിന് വേണ്ടിയിട്ട് കഥകൾ പറയാൻ അവസരം കിട്ടി. ശരി. അപ്പോൾ ട്രാഫിക് അവയർനെസ്, ചരിത്രത്തിൽ ആദ്യമായിട്ട് ട്രാഫിക് അവയർനെസ് കഥാപ്രസംഗ രൂപത്തിൽ അത് ഒരു ഓണക്കാലമായിട്ട് ബന്ധപ്പെട്ട. ശരി. ഓണക്കാലത്താണ് ഇങ്ങനെ ഒരു തോട്ട് എസ് പിക്ക് ഉണ്ടാകുന്നത്. ഇങ്ങനെ ചമ്പക്കര ഉപയോഗിച്ചാൽ, എന്നെ ചമ്പക്കര എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ചമ്പക്കരയെ നമുക്കൊന്ന് ഉപയോഗിച്ചാലോ ട്രാഫിക് അവയർനെസ്. അന്ന് വാഹനാപകടങ്ങൾ ഇങ്ങനെ പെരുകി വരുന്ന സമയം. അപ്പോൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ആദ്യം എനിക്കത് അങ്ങോട്ട് ഇതെങ്ങനെ ഒരു ട്രാഫിക് അവയർനെസ് കൊടുക്കാൻ വേണ്ടി ഒരു കഥ ഉണ്ടാക്കി, ഒരു സ്റ്റോറി വേണ്ടേ. പക്ഷേ ആ വെല്ലുവിളി ഞാൻ അങ്ങ് സ്വീകരിക്കുകയായിരുന്നു. അപ്പോൾ അത് സ്വീകരിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് ഓർമ്മയില്ല. പക്ഷെ അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാനൊരു തീം ഉണ്ടാക്കി. അതിനകത്ത് മഹാബലി ഓണക്കാലം അല്ലാത്തൊരു സമയത്ത് മഹാബലി കേരളം സന്ദർശിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് ഓണക്കാലത്ത് വരാൻ പറ്റിയില്ല. അന്ന് ആ കാലത്ത് എന്തോ ചിക്കൻകുനിയ പോലെ എന്തോ പിടിപെട്ടിട്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ അത് വാമനൻ്റെ പ്രത്യേക അനുവാദമൊക്കെ വാങ്ങി അദ്ദേഹം വരിക. അപ്പോൾ ഓണമല്ലാത്ത സമയത്ത് വരുമ്പം കാണുന്ന കാഴ്ചകളാണ് മഹാബലി. ഓണക്കാലത്ത് വരുമ്പോൾ ഇവിടെ എന്തെല്ലാം ആഘോഷങ്ങളാണ്. ഇതൊന്നും ഇല്ലാത്തൊരു സമയത്ത് ഞാൻ വരുമ്പോൾ കാണുന്ന, അല്ലെങ്കിൽ മഹാബലി വരുമ്പോൾ കാണുന്ന ചില സംഭവങ്ങളിലൂടെയാണ് ഈ കഥ പോകുന്നത്. അതുകൊണ്ട് അതിന് ഓഡിയൻസ് ഉണ്ടായി. ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ പോകാത്ത ജില്ലയില്ല. എല്ലാ ജില്ലയിലും പോലീസിന് വേണ്ടിയിട്ടും പിന്നെ മോട്ടോർ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടും, അതായത് നമ്മുടെ മോട്ടോർ ട്രാൻസ്പോർട്ട് വിഭാഗത്തിന് വേണ്ടിയിട്ട്, ആ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടും എനിക്ക് കഥ പറയാൻ പറ്റി. എല്ലാ ജില്ലയിലും അത് അവതരിപ്പിക്കാൻ പറ്റി. അതൊരു ഓണക്കാലത്തെ എൻ്റെ ചിന്തയാണ്. അതെ. ഇപ്പോൾ ഈ സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരത്തിനൊപ്പം തന്നെ വേറെയും ധാരാളം പുരസ്കാരങ്ങൾ അങ്ങനെ തേടി എത്തിയിട്ടുണ്ട്. 10-30ഓളം പുരസ്കാരങ്ങൾ അംഗീകരിച്ചു. 20 അവാർഡുകൾ തന്നെ. അതെ, അവാർഡുകൾ തന്നെ. നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ അങ്ങനെയുള്ള ഒരു അംഗീകാരങ്ങൾ, പ്രത്യേകിച്ച് നാട്ടിൽ നിന്നുള്ള ഒരുപാട് അംഗീകാരങ്ങളും ഒക്കെ അങ്ങേ തേടിയെത്തിയിട്ടുണ്ട്. ഭാഗ്യം. ശരിക്കും എനിക്ക് മറ്റൊന്ന് സംസാരിക്കാനുള്ളത്, കഥാപ്രസംഗം എന്ന കല ഒരു കാലത്ത് നമ്മുടെയൊക്കെ ഒരു തലമുറ, നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മളെ പിടിച്ചിരുത്തിയ, നമ്മളെ ഈ എവിടെ കഥാപ്രസംഗം ഉണ്ടെങ്കിലും പോയി കാണാൻ പ്രേരിപ്പിച്ചിരുന്ന, അത്രമാത്രം ജനപ്രീതി ആർജിച്ച ഒരു കലാരൂപത്തിന് ഇന്ന് ഒരുപാട് പോപ്പുലാരിറ്റി കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നേരത്തെ അങ്ങ് ഒരു കാര്യം പറഞ്ഞു, മിമിക്രിക്കാരുടെയൊക്കെ ഒരു ഇടപെടൽ കൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ശോഷണം സംഭവിച്ചു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ആശാവഹമായിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ വേദികളിൽ കഥാപ്രസംഗം ഒരു പ്രധാന ഐറ്റമാണ്. അപ്പോൾ അത് അഭ്യസിക്കുന്ന കുറേയേറെ കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ നമ്മുടെ സംഗീത നാടക അക്കാദമി തന്നെ കഥാപ്രസംഗ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പുതിയ തലമുറയെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം? കഥാപ്രസംഗത്തെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുന്നതിനും പുതിയ തലമുറയിലേക്ക് നമുക്ക് ഈ ഒരു കലാരൂപത്തെ എത്തിക്കുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഈ കഥാപ്രസംഗം നമ്മുടെ സ്കൂൾ സിലബസിൽ ഉൾപ്പെടുത്തണം. അത് വേറൊന്നും വേണ്ട, സ്കൂളിലെ പാഠ്യപദ്ധതിയുടെ ഭാഗം, അല്ല അവർക്ക് പഠിക്കാനുള്ളൊരു സാധനം കഥാപ്രസംഗമായിട്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് 8ാം ക്ലാസ്സിലും കണ്ട് ഇപ്രാവശ്യം നമ്മുടെ ശിവൻകുട്ടി മിനിസ്റ്റർ ഇരുന്ന സമയത്ത് ഒരു കഥാപ്രസംഗത്തിന് ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അത് പോരാന്നാണ് എൻ്റെ അഭിപ്രായം. അത് പോരാ, കുറച്ചുകൂടെ ഗൗരവമായിട്ട് ഇതിനെ സമീപിക്കുക. അതിൻ്റെ കാരണം ഭാഷ ഇത്രയും മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു കലാരൂപം, ഭാഷയെ ഇത്രയധികം പരിപോഷിപ്പിക്കുന്ന ഒരു കലാരൂപം. നമുക്കൊരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ അപ്പിയർ ചെയ്യുമ്പോൾ ഒക്കെ ഈ സഭാകമ്പവും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് കഥാപ്രസംഗം പറഞ്ഞ ഒരാളിന് ഒരിക്കലെങ്കിലും ഒരു വേദിയിൽ ഒരു കഥ പറഞ്ഞ ഒരു കുട്ടിക്ക് ഒരിക്കൽ പോലും മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചൂടേണ്ടി വരില്ല. തീർച്ചയായിട്ടും അതൊരു അവനൊരു ഒരു കോൺഫിഡൻസിന്റെ കാര്യം. ഇത്ര ഓഡിയൻസിനെ നമ്മൾ കാണുകയല്ലേ, 5 മിനിറ്റ് കൊണ്ട് ആയിരക്കണക്കിന് ഓഡിയൻസിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവതരിപ്പിക്കാൻ. അത് കഴിയുന്ന ഒരാളിന് അവൻ ഒരിക്കലും ഒരിടത്തും ചൂളിപ്പോയില്ല. അപ്പോൾ അതുകൊണ്ട് സിലബസിന്റെ ഭാഗമാക്കണം. അത് പറയാൻ കാരണം നമ്മുടെ മുമ്പേ സ്കൂൾ വിജയോത്സവത്തിന്റെ കാര്യം പറഞ്ഞില്ല. സ്കൂൾ വിജയോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളൊന്നും ഈ രംഗത്തേക്ക് വരുന്നില്ല. അതെ. പിന്നീട് അവർ മത്സരത്തിന് വേണ്ടി മാത്രം ഒരുങ്ങുന്നു, അവതരിപ്പിക്കുന്നു. ചുരുക്കം ആ കൊല്ലം ജില്ലയിലൊക്കെ കുറച്ച് കുട്ടികൾ, അവരൊക്കെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഇത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. സാറ് ജഡ്ജ്മെന്റിനൊക്കെ പോകുന്നതല്ലേ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ? ശരിക്കും സ്കൂളിലെ ചില അധ്യാപകരായിരിക്കും ഏതെങ്കിലും കുട്ടികളെ കണ്ടെത്തി അവർക്ക് ആ ഒരു ഐറ്റത്തിന് ഒരാളെ വേണമെന്നുള്ള ഒരു നല്ല ഒരു പരിശീലനം പോലും പലപ്പോഴും പിള്ളേർക്ക് കൊടുക്കാറില്ല. ഇപ്പോൾ ഉണ്ട്, നല്ല കാഥികന്മാരെ അടുത്ത് പോയി പരിശീലിച്ച് വരുന്ന കുട്ടികളുണ്ട്. അത് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം കഥാപ്രസംഗം. പക്ഷെ കഥാപ്രസംഗം നൃത്തത്തിനും മറ്റ് കലാരൂപങ്ങൾക്കും ഒക്കെ ലക്ഷങ്ങൾ മുടക്കുന്ന അധ്യാപകരും രക്ഷകർത്താക്കളും
കഥാപ്രസംഗത്തിന് പറയുമ്പോൾ കഥാപ്രസംഗമല്ലേ, അതെ. യൂട്യൂബിൽ നിന്നൊരു കഥ എടുക്കുക, അതെ ആരെങ്കിലും ടീച്ചർമാർ, മ്യൂസിക് ടീച്ചർ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുക, പഠിപ്പിക്കുക. അതെ അപ്പം ഇതിൻ്റെ ഒരു തിയറി എന്താണ് കഥാപ്രസംഗം എന്ന് മനസ്സിലാക്കിയിട്ടല്ല അവർ ചെയ്യുന്നത്. യെസ് അതിൻ്റെതായ പാളിച്ചകളുണ്ട്. യെസ് അതിപ്പം കുട്ടികളെ പറയണ്ട, പുതുതലമുറയിൽപ്പെട്ട വന്നിരിക്കുന്ന കഥാപ്രസംഗകർ പോലും ഇത് എന്താണ് കഥാപ്രസംഗം എന്നറിയാതെ അതെ ഇപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എല്ലാ കലാരൂപങ്ങൾക്കും നിയതമായ ചില രൂപങ്ങളുണ്ട്. ഉവ്വ്. സംഗീതത്തിന് അത് താളബന്ധുരമായിരിക്കണം, രാഗബന്ധുരമായിരിക്കണം, അതെ താളനിബദ്ധമായിരിക്കണം. നൃത്തം മുദ്രാങ്കിതമാണ്, മുദ്രകൾക്കകത്താണ്. ഉം. പക്ഷെ കഥാപ്രസംഗത്തെ സംബന്ധിച്ചിടത്തോളം അത് ഇങ്ങനെ പാടുള്ളൂ എന്നൊരു നിയമമില്ല. നിയമമില്ലാതെ കഥ ജനങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത്. കഥ നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയം സഭ്യമായ രീതിയിൽ ജനങ്ങളിൽ എത്തിക്കാൻ ഏത് മാർഗവും സ്വീകരിക്കാം. അതിൻ്റെ അകത്ത് എന്തുമാത്രം കലകളാണ് നമ്മൾ സഭ്യമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് അവതരിപ്പിക്കുന്ന ആളിന്റെ സ്വാതന്ത്ര്യം അത് നമുക്ക് അറിയാമല്ലോ. ചരിത്രം പരിശോധിച്ചാൽ കടാമംഗലം പറഞ്ഞ രീതിയിലല്ല വി സാംബശിവൻ പറഞ്ഞു. പറയുന്നത്. വി സാംബശിവൻ പറഞ്ഞ രീതിയിലല്ല കൊല്ലം പോകും. അത് അതെ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഒരു ശൈലിയുണ്ട്. തീർച്ചയായിട്ടും ഇത് കഥാപ്രസംഗത്തിന് മാത്രം പ്രത്യേകതയാണ്. അതെ. സാറിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത കാഥികൻ ആരായിരിക്കും? ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത് വി സാംബശിവൻ തന്നെ. പിന്നെ ചേർത്തല ബാലചന്ദ്രൻ. പക്ഷെ അങ്ങയുടെ അവതരണത്തിൽ അവരാരും കയറി വരുന്നില്ല എന്നുള്ളത് ഒരു സവിശേഷത. അത് വളരെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു അവതരണം. ആരോഗ്യകരമായ ചില വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. എന്റെ കഥാപ്രസംഗം കേട്ടിട്ട് ഒരിക്കലും മധുരിമ ഉണ്ണികൃഷ്ണൻ, പ്രശസ്തനായ ഒരു കാഥികനാണ്, അതെ, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, അത് വളരെ സത്യസന്ധമായിട്ട് എനിക്ക് തോന്നി. വിനോദ് ചമ്പക്കരയുടെ കഥാപ്രസംഗം കേൾക്കുമ്പോൾ വി സാംബശിവനും ചേർത്തല ബാലചന്ദ്രനും എവിടെ പോയി എന്ന് ചോദിക്കേണ്ടതാണ്. അത് പറഞ്ഞാൽ അവരുടെ ഒരു സ്വാധീനം ഉണ്ടെന്നുള്ളത് ഞാനത് അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്. ചേർത്തല ബാലചന്ദ്രന്റെ ഭാഷയും സംഗീതത്തിലുള്ള പ്രത്യേകതകളും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളൊക്കെ പ്രത്യേകതയായിരുന്നു. പക്ഷേ വി സാംബശിവന്റെ കഥാപാത്ര ആവിഷ്കരണം, അതെ അതെ, ഇതാണ് ഞാൻ സ്വീകരിച്ചത്. പിന്നെ കടാമംഗലത്തിന്റെ ചില ശൈലികളും നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമാണല്ലോ. ഈ കഥാപ്രസംഗം ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സിൽ ഇങ്ങനെ അടിയുറഞ്ഞു കിടക്കുന്ന ഒന്നാണ് വി സാംബശിവൻ സാറിന്റെ കഥാപ്രസംഗം. അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ആയത്തില്ല. അതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഥാപ്രസംഗത്തിന് ഇങ്ങനെ ഒരു ജനകീയമായ ഒരു അടിത്തറ ഉണ്ടാക്കിയത് അദ്ദേഹമാണല്ലോ. കഥാപാത്രങ്ങളെ വ്യത്യസ്തമായ ശബ്ദ വ്യതിയാനത്തിലൂടെ ഭാവാദികളിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു വാഗ്മയ ചിത്രം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കഥാപ്രസംഗത്തിൽ അതാ ഞാൻ പറയുന്നത്. കഥാപ്രസംഗത്തിന് ഈ പിന്നെ ഡയലോഗ്സിലൂടെ, അതെ തീർച്ചയായിട്ടും, പിന്നെ കഥാപാത്രങ്ങളിലൂടെ കഥ പറയാം, മോണോലോഗ്സിലൂടെ, കാഥികന്റെ മോണോലോഗ്സിലൂടെയും കഥ പറയാം. അതെ, ഇപ്പൊ ഈ 1.5 മണിക്കൂറുള്ള കഥ മുഴുക്ക പഠിച്ച് മനഃപ്പാഠമാക്കി എടുക്കുക എന്ന് പറയുന്നത് തന്നെ നല്ല ജോലിയാണ്. ശരിക്കും വിനോദ് ചമ്പക്കര, കാഥികൻ വിനോദ് ചമ്പക്കര എന്നറിയപ്പെടുന്നത് കാഥികൻ അല്ലെങ്കിൽ കഥാപ്രതിഭ എന്നുള്ള തരത്തിൽ ഉപരി അങ്ങൊരു ആർട്ടിസ്റ്റ് കൂടെയാണ്, അഭിനേതാവ് കൂടിയാണ്. അങ്ങ് പറഞ്ഞത് കുഞ്ഞുനാൾ മുതൽ അഭിനയിക്കാനുള്ള ഒരു ടാലൻ്റാണ് ആദ്യം അങ്ങ് കണ്ടെത്തിയെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും അഭിനയത്തിനോടുള്ള ഒരു ഭ്രമം വിട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഒരുപാട് ഷോർട്ട് ഫിലിമുകളിലും ടെലിഫിലിമുകളിലും അതുപോലെ തന്നെ ഇപ്പോൾ 1-2 സിനിമകളിലും ഒക്കെ വേഷം, ചെറിയ വേഷങ്ങളൊക്കെ. അതുപോലെ തന്നെ സിനിമാ രംഗത്തുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുമായിട്ടൊക്കെ അങ്ങേക്ക് നല്ല ബന്ധവുമുണ്ട് അല്ലേ? അതെ, അതൊക്കെ വളരെ നല്ല കാര്യമാണ്. ശരിക്കും ഇപ്പം അഭിനയിക്കാനുള്ള ഒരു താല്പര്യം, അഭിനയിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ഉപയോഗിക്കുന്നു ഈ കഥാപ്രസംഗ സബരിയക്കിടയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകും. നമുക്ക് ഈ ഒരു കലയെ വരും തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇടപെടലുകൾ സാർ നടത്തുന്നുണ്ട്? നേരത്തെ ക്ലാസ്സുകളൊക്കെ നടത്തുന്ന കാര്യം പറഞ്ഞു, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, അത്തരത്തിൽ എന്തെങ്കിലും പരിപാടികൾ? ഞാനിപ്പോൾ ഈ കോവിഡ് സമയത്ത് 5 മിനിറ്റ് കഥാപ്രസംഗം, അത് ശരി, അതിപ്പോൾ പിന്നെ യൂട്യൂബിലുണ്ട്. 5 മിനിറ്റ്, അപ്പോൾ സമയമില്ലെന്ന് പറയാൻ പാടില്ലല്ലോ. 5 മിനിറ്റ് ഒരു വാട്സപ്പിനകത്തോടെ പാസ് ചെയ്യും. 5 മിനിറ്റ് കേൾക്കാം. അതിനകത്ത് കഥാപ്രസംഗത്തിൻ്റെ എല്ലാ എസൻസും ഉണ്ടാവും. ഒരു സ്റ്റോറി ഉണ്ടാവും, ഒരു മോട്ടിവേഷൻ സ്റ്റോറി ഉണ്ടാവും, 2-3 ഗാനങ്ങളുണ്ടാവും. അത്തരത്തിൽ അവതരിപ്പിച്ചു. ശരി, നല്ല സ്വീകാര്യത കിട്ടിയത്. ശരി. അതേപോലെ പിന്നെ നിരന്തരമായിട്ട് ക്ലാസ്സുകൾ, ഇപ്പോൾ കേരളത്തിൽ എവിടെ ക്ലാസ്സിന് വിളിച്ചാലും ഞാൻ പോകും. ക്ലാസ് കോളേജുകളിൽ കഥാപ്രസംഗത്തെക്കുറിച്ച് അധികരിച്ച് സംസാരിക്കാൻ വിളിക്കാറുണ്ട്. അതൊന്നും ഉപേക്ഷിക്കാറില്ല. പിന്നെ പുതിയ തലമുറയെ കഥാപ്രസംഗം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും സർവാത്മന അങ്ങ് സന്നദ്ധനാണ്. ഇപ്പൊ റിട്ടയർമെന്റ് കഴിഞ്ഞതിന് ശേഷം അല്ലേ, സമയമുണ്ടെന്ന് തോന്നുന്നു കലാരംഗത്ത് കുറച്ചുകൂടെ പ്രവർത്തിക്കാൻ. കലാരംഗം മാത്രമേ ഉള്ളൂ. കുടുംബത്തിൽ ആരൊക്കെയാണ്? കുടുംബത്തെ കുറിച്ചുകൂടെ. എൻ്റെ പിന്നെ ഭാര്യ രാജി, മൂത്ത മോള് ദേവി കൃഷ്ണ, അവളും സ്റ്റേറ്റിൽ കഥാപ്രസംഗത്തിൽ എ ഗ്രേഡ് ഉണ്ടായിരുന്നു. ശരി. അവളും ഭർത്താവും കുഞ്ഞും അബുദാബിയിലാണ്. ശരി. രണ്ടാമത്തെ മോള് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. അവളും +2 സ്റ്റേറ്റിൽ കഥാപ്രസംഗത്തിൽ എ ഗ്രേഡ് വാങ്ങിച്ചു. ശരി. എൻ്റെ അച്ഛൻ നാരായണൻ നായർ, അദ്ദേഹം ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്നു. ഇപ്പോൾ നവതി ഞങ്ങൾ ആഘോഷിച്ചിരിക്കുകയാണ്. ഓ, അത് ശരി. അച്ഛനും അമ്മയും എൻ്റെ കൂടെ ഉണ്ട്. ശരി. അമ്മ പൊന്നമ്മ. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. ഓണത്തിൻ്റെ ഊഷ്മളത നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ എത്തിക്കുന്നതിൽ കഥാപ്രസംഗം എന്ന കലാരൂപം വഹിച്ച പങ്ക് അത് നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കുകയില്ല.
അപ്പോൾ ആ ഊഷ്മളമായ ഓർമ്മകളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. കാഥികൻ ശ്രീ വിനോദ് ചമ്പക്കരയുമായിട്ട് ഇത്രയും നേരം കഥാപ്രസംഗ അനുഭവങ്ങൾ സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും ശരിക്കും ഈ വേദികളുടെ കഥാപ്രസംഗം അവതരിപ്പിക്കാൻ നമുക്ക് ഒരുപാട് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? പ്രോത്സാഹനങ്ങളും നോട്ടുമാലകളും ആരങ്ങളും ഒക്കെ. അപ്പോൾ കഥാപ്രസംഗത്തിന് ശരിക്കും സമ്പന്നമായിട്ടുള്ള ഒരു കാലം നമുക്കുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ കണ്ണിയിലാണ് സാർ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് അഭിമാനം, ഒരുപാട് സന്തോഷം. മലയാള ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിൻ്റെ നന്മകൾ നമ്മുടെ സമൂഹത്തിൽ എത്തിക്കുന്നതിനും ഒക്കെ കഥാപ്രസംഗം എന്ന കലയെ ഉപാസിക്കുന്നതിലും അത് നമ്മുടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിലൊക്കെ അങ്ങേക്ക് ഒരുപാട് ആശംസകളും അഭിനന്ദനങ്ങളും നേരുകയാണ് റേഡിയോ മീഡിയ വില്ലേജ്. പിന്നെ റേഡിയോ എന്ന് പറയുന്ന മാധ്യമവും എപ്പോഴും ഭാഷയെയും നമ്മുടെ മലയാളത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരുപാട് മുൻകൈ എടുക്കുന്ന ഒരു മാധ്യമമാണ്. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ആകാശവാണിയാണ്. അതെ, എല്ലാ സീസണിലും ആകാശവാണിയിൽ അങ്ങയുടെ ഒരു കഥാപ്രസംഗം ഉണ്ട്. ആകാശവാണിയിൽ എല്ലാ വർഷവും ഉണ്ടാവും. ഞാൻ 30-35 വർഷമായിട്ട് ആകാശവാണി ആർട്ടിസ്റ്റാണ്. അപ്പോൾ പിന്നെ ആകാശവാണി എന്ന് പറയുന്നത് ഈ ഭാഷയുടെ ഉച്ചാരണവും ഉച്ചാരണ ശുദ്ധിയും ഒക്കെ അവതാരകരൊക്കെ മംഗ്ലീഷ് പറയുമ്പോൾ പുത്തൻ തലമുറയിലെ അവതാരകരൊക്കെ പറയുന്ന മലയാളം കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ചങ്ക് പൊട്ടുന്ന വേദന ഉണ്ടാവും. ഈ പല സാഹിത്യകാരന്മാരും കവികളും ഒക്കെ പ്രഗത്ഭരായിട്ടുള്ള പലരും ഈ ഫോണിൽ ബന്ധപ്പെടുമ്പം പറയാറുണ്ട്, ഈ വിനോദ് ചമ്പക്കരയെ പോലെയുള്ള കാഥികന്മാരോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണ്. അതന്നെ, അല്ല നിങ്ങൾ ഈ ഫോണിൽ സംസാരിക്കുമ്പോഴാണ് ഈ ഭായും ധായും ഒക്കെ വെടിക്കെട്ട് പോലെ ചെവിക്കാതെ ശ്രീകുമാർ സാർ പറഞ്ഞ. തീർച്ചയായിട്ടും. അപ്പോൾ അത് വേറെ കിട്ടാനില്ല. മലയാള ഭാഷ ഇതുപോലെ ശുദ്ധമായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഭംഗിയിൽ. തീർച്ചയായിട്ടും. ശരിക്കും ഈ ഓണ സമയത്ത് നമ്മൾ മലയാള നാടിൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കഥാപ്രസംഗം ഉപാസിക്കുന്നവരെയും കാഥികന്മാരെയും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അവരോടൊപ്പം നമ്മൾ ഓണം ആഘോഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ശ്രീ വിനോദ് ചമ്പക്കരയ്ക്ക് ഇനിയും ധാരാളം വേദികൾ കിട്ടട്ടെ. കഥാപ്രസംഗം എന്ന കലാരൂപം ഇനിയും അതിൻ്റെ എല്ലാ ഊഷ്മളതയോടും കൂടി ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ പ്രോഗ്രാമിനിടയിൽ തന്നെ ഞാൻ സാറിൻ്റെ നമ്പർ അടക്കം ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. കാഥികൻ ശ്രീ വിനോദ് ചമ്പക്കരയെ ബന്ധപ്പെടാനുള്ള നമ്പർ ഇതാണ് എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ലല്ലോ, സന്തോഷം. അങ്ങനെയും പോട്ടെ എന്ന് കരുതാണ്. അപ്പോൾ എന്തായാലും വളരെ ഹൃദ്യമായിരുന്നു ഈ അഭിമുഖം. സന്തോഷം. ഈ ഓണനാളുകളെ ഏറ്റവും മനോഹരമാക്കാൻ ഒരു കാലത്ത് നമ്മുടെ മനസ്സുകളെ ഊഷ്മളമാക്കിയ കഥാപ്രസംഗത്തിൻ്റെ ആ കലാരൂപത്തിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. ഇനി സാറിൻ്റെ വക ഒരു ഓണാശംസ ഈ ഓണത്തിന് നമ്മുടെ ശ്രോതാക്കൾക്ക് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്? കാലഗതിയിൽ നിന്നോ കടന്നുപോയ മഹാബലി ചക്രവർത്തിയുടെ കീർത്തി വിളിച്ചറിയിച്ചുകൊണ്ടും സന്തോഷപ്രദമായ സ്മരണകൾ ഉണർത്തിക്കൊണ്ട് ഒരു ഓണക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. അതെ, എനിക്ക് തോന്നുന്നത് നന്മയെ കണ്ടെത്താനുള്ള മനുഷ്യ മനസ്സിൻ്റെ അദമ്യമായ അഭിവാഞ്ചിയിൽ നിന്നും ഉയർക്കൊണ്ട ഒരു ഉദാത്തമായ സങ്കല്പമാവാം ഒരുപക്ഷെ ഓണം, മഹാബലി ചക്രവർത്തി. അതെ, എങ്കിലും അത് എത്ര ആഹ്ലാദകരമാണ്, എത്ര ആവേശഭരിതമാണ്. അതെ, ഉപഭോഗ കൊതിയുടെ അതിപ്രസരത്തിൻ്റെ ഈ നാടുകളിലും മനുഷ്യ മനസ്സിലെ നന്മയെ കണ്ടെത്താനും അതിൽ ആനന്ദം കൊള്ളാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ഓണം. സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം ഉൾപ്പെടെ കാഥിക പ്രതിഭ കലാശ്രീ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ അനുഗ്രഹീത കലാകാരൻ ശ്രീ വിനോദ് ചമ്പക്കരയാണ് ഇത്രയും സമയം സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ഒരു കാലത്ത് കലാപ്രേമികളെ ഏറെ പുളകം കൊള്ളിച്ചിരുന്ന കഥാപ്രസംഗം എന്ന കലാരൂപത്തിൻ്റെ നന്മകളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. ശ്രീ കാഥികൻ വിനോദ് ചമ്പക്കരയുടെ പ്രോഗ്രാം ഇപ്പോഴും വേദികളിൽ വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു വരികയാണ്. അദ്ദേഹവുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്, അദ്ദേഹത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഈ രംഗത്ത് ഒപ്പം മലയാള ഭാഷയ്ക്കും നമ്മുടെ മലയാളത്തിനും അദ്ദേഹം നൽകി വരുന്ന സംഭാവനകൾക്ക് റേഡിയോ മീഡിയ വില്ലേജ് ഏറ്റവും ഹൃദ്യമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. തുടർന്നും ഈ രംഗത്ത് മുന്നേറുവാൻ അദ്ദേഹത്തിന് ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ പ്രത്യേക ഓണ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.